ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ആൻ ജയറാ മനോജ്, എറണാകുളം CSI ഇമ്മാനുവൽ കത്തീഡ്രൽ സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 275-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 147-ന്റെ 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. 147-ാം സങ്കീർത്തനം സവിശേഷതയുള്ള ഒരു ഗാനമാണ്. ദൈവത്തിന്റെ മഹത്വവും കർത്താവിന്റെ ദയയും ഈ സങ്കീർത്തനത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ എന്നാൽ ഗാനങ്ങൾ എന്നാണ്. സങ്കീർത്തനങ്ങൾ ഇസ്രായേലിന്റെ ഗാനങ്ങളായിരുന്നു. ദൈവത്തെ സ്തുതിക്കുന്ന ശുശ്രൂഷയുടെ ഔചിത്യത്തെക്കുറിച്ച് പറഞ്ഞാണ് 147-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. ആരാധനയുടെ മഹാത്മ്യവും ആരാധനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹവും അറിഞ്ഞവർക്കാണ് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുക. ആരാധനയിലൂടെ ദൈവമഹത്വം വെളിപ്പെടുന്നു. 11-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടുകയും അവന്റെ ദയയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരിൽ മാത്രമാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. കുഞ്ഞുങ്ങളാകുന്ന നാം എല്ലാവരും നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും ആയിത്തീരണം. അപ്പോൾ നമ്മുടെയൊക്കെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഒരു യഥാർത്ഥ ദൈവ പൈതലായി ജീവിക്കുവാനും സാധിക്കും. ആകുലതകൾ നിറഞ്ഞതായ ഈ ലോകത്തിൽ ദൈവാശ്രയം മാത്രമാണ് ജീവിതത്തിന്റെ സുരക്ഷിതത്വം, ബലം, ശക്തി, നിലനിൽപ്പ് എല്ലാം. പിന്നീടുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനം മടങ്ങി വന്ന് ദൈവം യെരൂശലേമിനെ വീണ്ടും പണിതതിനാൽ ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. സിയോൻ നിവാസികളെ ദൈവം മടക്കി വരുത്തി ഓടാമ്പലുകളാൽ ബാഹ്യസുരക്ഷ ഉറപ്പുവരുത്തുകയാണ്. ആ ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ തന്റെ മക്കളായ നമ്മെ ഓരോരുത്തരെയും ഒരു ദോഷവും തട്ടാതെ നാം ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവം നമ്മെ സുരക്ഷിതരാക്കുന്നു. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ദൈവം തരുന്ന സമാധാനം മനുഷ്യരായ നമുക്ക് മാത്രമല്ല, നമ്മുടെ ദേശവും ദേശത്ത് ലഭിക്കുന്ന സകലവും അനുഗ്രഹിക്കപ്പെടും. സകലത്തിന്റെയും ഉടയവനും സൃഷ്ടികർത്താവും പ്രകൃതിയെ നിയന്ത്രിക്കുന്നവനും ദൈവമാണ്. ഈ ദേശനിവാസികളായ നാം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദേശത്തിലെ സകലവും അനുഗ്രഹിക്കപ്പെടും. പ്രകൃതി ശക്തികളെല്ലാം ദൈവത്തിന്റെ കൽപ്പന ശിരസാ വഹിക്കും. അതുമൂലം പ്രകൃതി മനുഷ്യന് അനുകൂലവും അനുഗ്രഹവുമാകും. 17-ാം വാക്യത്തിൽ നീർക്കട്ടയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത് പുതുമഴയിൽ ആലിപ്പഴം പെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. ദൈവം തന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചതുപോലെ യാതൊരു ജാതിക്കും അനുഗ്രഹം ലഭിച്ചിട്ടില്ല എന്നാണ് അവസാന വാക്യമായ 20-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളാകുന്ന നാം ഓരോരുത്തരും ഈ രക്ഷകനും കർത്താവുമായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷയുടെ സന്തോഷത്തിൽ വളർന്ന് ദൈവമക്കളായി ജീവിക്കണം. അതുമൂലം നാം മാത്രമല്ല, നമ്മുടെ കുടുംബവും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ സഭ, സമൂഹം, ദേശം എല്ലാം അനുഗ്രഹിക്കപ്പെടും. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 147-ാം സങ്കീർത്തനത്തിന്റെ 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയെ അറിയാത്ത അനേകർക്ക് അങ്ങയുടെ വചനം പറഞ്ഞു കൊടുക്കുവാനും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാനും കുഞ്ഞുങ്ങളായി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയെ സ്തുതിച്ച് അങ്ങയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ.